നമ്മൾ ഈ സെക്ഷനിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് പഠിക്കുന്നതുകൊണ്ടുള്ള കാരണങ്ങൾ, പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സും ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്സും തമ്മിലുള്ള ബന്ധം, ഇതാണ് ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് തന്നെ ഒരു സെക്ഷനാണ്. അതായത് ഒരു പ്രത്യേക തരം മെഷീൻ ലേണിംഗ് ആണ് ഡീപ്പ് ലേണിംഗ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഈ മെഷീൻ ലേണിംഗ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഡീപ്പ് ലേണിംഗും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഡീപ്പ് ലേണിങ്ങിന് അതിൻ്റേതായ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. പിന്നെ അതിൻ്റെ അപ്രോച്ചും ഡിഫറെൻ്റാണ്. ഈ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ ആണ് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ന്യൂറൽ നെറ്റ്വർക്കിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് നമ്മുടെ തന്നെ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കുകളാണ്, അതായത് മസ്തിഷ്കത്തിലെ കോശങ്ങൾ. ഈ സ്ലൈഡിൽ നമ്മൾ മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് എന്താണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പിക്ചറുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഒരു ഘടകമാണ്. അപ്പോൾ ഈ മെഷീൻ ലേണിങ്ങിൽ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു രീതിയാണ് ഡീപ്പ് ലേണിംഗ്. ഇനി നമ്മൾ ഈ മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. മെഷീൻ ലേണിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ നമുക്കൊരു പൂച്ചയുടെയും ഒരു പട്ടിയുടെയും എങ്ങനെ ഒരു ചിത്രത്തിൽ നിന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ള ഒരു ഉദാഹരണം എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് മെഷീൻ ലേണിംഗ് മോഡൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇമേജിനെ ഇൻപുട്ടായിട്ട് എടുക്കും. എന്നിട്ട് ആ ഇമേജിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ പല പല ഫീച്ചറുകൾ അത് സെപ്പറേറ്റ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, ഹൈറ്റ്, നോസ്, ഐസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അത് അൽഗോരിതം ക്ലാസിഫിക്കേഷനിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെ. അതേ സ്ഥാനത്ത് മെഷീൻ ഡീപ്പ് ലേണിംഗിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെയിം എക്സാമ്പിൾ തന്നെ ഡീപ്പ് ലേണിംഗിൽ അത് ഇമേജ് ഇൻപുട്ടായിട്ട് എടുക്കും. എന്നിട്ട് ഡയറക്റ്റായിട്ട് അൽഗോരിതത്തിലേക്ക് കൊടുത്തതിന് ശേഷം ഈ എക്സ്ട്രാക്ഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഒക്കെ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഔട്ട്പുട്ട് തരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡീപ്പ് ലേണിങ്ങിന് നമുക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത് മനുഷ്യന് കാഴ്ച, അതുപോലെ തന്നെ മോട്ടോറുകളുടെ നിയന്ത്രണം, നമ്മുടെ മസിലുകൾ, അതുപോലെ തന്നെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവുകൾ, പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ളതൊക്കെ മനുഷ്യന് പ്രത്യേക കഴിവുകളുണ്ട്. അപ്പോൾ ഇത്തരം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധിശക്തി വേണ്ട കാര്യങ്ങളൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനുഷ്യൻ്റെ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ശരീരത്തിലെ ന്യൂറോണുകൾ കളുടെ ഘടന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ന്യൂറോണുകളുടെ ഒരു വലിയൊരു കൂട്ടമാണ് മനുഷ്യൻ്റെ മസ്തിഷ്കം. അതിൽ ഈ മസ്തിഷ്കത്തിലെ ഏറ്റവും ചെറിയ കോശത്തിനാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിലൊരു ഇലക്ട്രിക് സിഗ്നൽസ്, അതുപോലെ തന്നെ സിഗ്നൽസ് റിസീവ് ചെയ്യുക, അത് പ്രോസസ്സ് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ന്യൂറോണുകളുടെ പ്രവർത്തനം. ഈ ന്യൂറോൺ സ്നാപ്സുകൾ എന്ന് പറയും, അതാണ് ഈ ന്യൂറോണുകളുടെ അടുത്തുള്ള ന്യൂറോണുകളുടെയും അവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ന്യൂറോൺ സ്നാപ്സുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ ന്യൂറോണും അതുപോലെ ആർട്ടിഫിഷ്യൽ ന്യൂറോണും, അതായത് ഹ്യൂമൻ ന്യൂറോൺ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ന്യൂറോണിലെ ആ ഘടകങ്ങൾ തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കാൻ നോക്കാം. അതായത് മനുഷ്യൻ്റെ ന്യൂറോണിനെ നമ്മൾ മനുഷ്യനിൽ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലി നമ്മളത് പ്രോസസ്സിംഗ് എലമെൻ്റ് എന്ന് പറയും. മനുഷ്യനിൽ ഡെൻഡ്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലിൽ കമ്പൈനിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഹ്യൂമനിൽ സെൽ ബോഡി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. പിന്നെ ഹ്യൂമനിലെ ആക്സിയോൺ ആർട്ടിഫിഷ്യൽ എലമെൻ്റ് ഔട്ട്പുട്ട് എന്ന് പറയും. ഹ്യൂമനിൽ സിനോപ്സിസ് ആർട്ടിഫിഷ്യൽ വെയ്റ്റ്സ് എന്ന് പറയും. ഈ ചിത്രത്തിൽ നമുക്ക് ഹ്യൂമൻ ന്യൂറോണിൻ്റെ നേരത്തെ വിവരിച്ച ഘടകങ്ങൾ നമുക്ക് നോക്കാം. ആക്സിയോൺ ന്യൂക്ലിയസ് ഉണ്ട്, ആക്സിയോൺ ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ട്, ആക്സിയോൺ ടിപ്സ് ഉണ്ട്, സിനാപ്സ് ഉണ്ട്, പിന്നെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ അതിനെ ആർട്ടിഫിഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഇൻപുട്ട്, സ്ട്രെങ്ത്, സം, ട്രാൻസ്ഫോം, ഔട്ട്പുട്ട്, ഈ രീതിയിലായിരിക്കണം നമുക്ക് എന്താ പറയുക ന്യൂറൽ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബയോളജിക്കൽ ന്യൂറോൺ നമ്മളിപ്പോൾ ഒരു ബാഹ്യലോകവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ നമ്മുടെ സെൻസുകൾ ഒരുപാട് വിഷ്വൽ, ഓഡിയോ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ന്യൂറോണിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ചിരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിന് ആ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലെത്തിയിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു കൂട്ടം ന്യൂറോണുകൾ അതിൽ ഇൻവോൾവ് ആണ്. എന്നിട്ട് ആ ന്യൂറോണുകളാണ് നമ്മൾ ചിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഇലസ്ട്രേഷനിൽ നമുക്ക് അത് വീഡിയോ, അതുപോലെ തന്നെ നമ്മുടെ സെൻസേഴ്സ് പിന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചിരിക്കുക എന്നുള്ള ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് ലെയർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയുക എഡ്ജസ് ആൻഡ് കോർണേഴ്സ്
ഡിക്റ്റേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ലെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫീച്ചർ ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഉദാഹരണത്തിന് മൗത്ത്, ഐസ് ഒക്കെ ആയിട്ട് ഫീച്ചർ ഗ്രൂപ്പായിട്ട് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ഈ ഫീച്ചർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാണ് തേർഡ് ലെയറിൽ ചെയ്യുന്നത്. അതൊരു ഹൈ ലെവൽ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഇതാണ് ന്യൂറോൺസിൽ ഹൈറാർക്കിക്കൽ ഓർഡർ ഫോർ പ്രോസസ്സിംഗ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഡിഫറൻസസ്, അതുപോലെ തന്നെ ഹ്യൂമൻ ന്യൂറൽ നെറ്റ്വർക്ക്സും പിന്നെ ഹ്യൂമൻ ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വർക്ക് ചെയ്യണമെന്നുള്ളത്, അതുപോലെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കും അതെങ്ങനെയാണ് അതിനെ എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ പഠിച്ചത്.